എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2024 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഹിന്ദി എഴുത്തുകാരനായ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഛത്തീസ്ഗഡ് സ്വദേശിയാണ് വിനോദ് കുമാർ ശുക്ല. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചേക്കുന്നത്. സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു രാംഭദ്രാചാര്യയും ഉറുദു കവിയായ ഗുൽസാറിനും. അപ്പോൾ 2023 ജ്ഞാനപീഠ പുരസ്കാരം 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്. ജഗദ്ഗുരു രാംഭദ്രാചാര്യയ്ക്കും ഗുൽസാറിനുമാണ് ലഭിച്ചേക്കുന്നത്. 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉപമന്യു ചാറ്റർജിക്കാണ്. 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചേക്കുന്നത് ഉപമന്യു ചാറ്റർജിക്കാണ്. ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് ഉപമന്യു ചാറ്റർജിക്ക് JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2023 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമാൾ മുരുകൻ. 2023 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമാൾ മുരുകൻ. അദ്ദേഹത്തിൻ്റെ ആലണ്ടപ്പാച്ചി എന്ന കൃതിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർബേർഡ് എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജനനി കണ്ണൻ. അപ്പോൾ 2023 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമാൾ മുരുകനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയായ ആലണ്ടപ്പാച്ചി അത് ഇംഗ്ലീഷിലേക്ക് ഫയർബേർഡ് എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ജനനി കണ്ണനാണ്. JCB സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 25 ലക്ഷം രൂപ. 2024 സരസ്വതി സമ്മാൻ ലഭിച്ചത് മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ്. അപ്പോൾ സാധു ഭദ്രേഷ് ദാസ് എന്നുള്ള പേരെങ്കിലും ഓർത്തു വയ്ക്കാം. അപ്പോൾ 2024 സരസ്വതി സമ്മാൻ ലഭിച്ചത് മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ്. സാധു ഭദ്രേഷ് ദാസിനാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് സ്വാമിനാരായണ സിദ്ധാന്ത സുധ. സ്വാമിനാരായണ സിദ്ധാന്ത സുധ. 2023 33ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. ഇപ്പോൾ 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് രൗദ്ര സാത്വികം. രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത്. 2024 വ്യാസ സമ്മാൻ ലഭിച്ചത് സൂര്യബാല. അപ്പോൾ 2024 സൂര്യബാലയ്ക്കാണ് വ്യാസ സമ്മാൻ ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കോൻ ദേശിക്കോ വാസി വേണുക്കി ഡയറി. കോൻ ദേശിക്കോ വാസി വേണുക്കി ഡയറി എന്ന കൃതിക്കാണ് സൂര്യബാലയ്ക്ക് വ്യാസ സമ്മാൻ 2024 ലഭിച്ചത്. 2023 വ്യാസ സമ്മാൻ ലഭിച്ചത് പുഷ്പ ഭാരതി. അപ്പോൾ പുഷ്പ ഭാരതിക്ക് യാദീൻ യാദീൻ അവർ യാദീൻ എന്ന ഓർമ്മക്കുറിപ്പിനാണ് വ്യാസ സമ്മാൻ ലഭിച്ചത്. 2024 ബുക്കർ പ്രൈസ് ലഭിച്ചത് സമാന്ത ഹാർവി. സമാന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന കൃതിക്കാണ് 2024 ബുക്കർ പ്രൈസ് സമാന്ത ഹാർവിക്ക് ലഭിച്ചത്. 2023 പ്രൊഫറ്റ് സോങ് എന്ന കൃതിക്ക് പോൾ ലിഞ്ചിനാണ് ബുക്കർ പ്രൈസ് ലഭിച്ചത്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് കന്നഡ എഴുത്തുകാരിയായ ബാനു മുഷ്താഖിനാണ്. ഹാർട്ട് ലാമ്പ് എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് ബാനു മുഷ്താഖിന് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ദീപ ബസ്തി. ദീപ ബസ്തി. ബാനു മുഷ്താഖ് ഇന്ത്യൻ എഴുത്തുകാരിയാണ്. ഇതുവരെ 2 ഇന്ത്യൻ എഴുത്തുകാർക്കാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചേക്കുന്നത്. ഒരാള് 2022 ലഭിച്ച ഗീതാഞ്ജലി ശ്രീയും 2025 ബാനു മുഷ്താഖ്. അങ്ങനെ 2 പേർക്കാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഗീതാഞ്ജലി ശ്രീക്ക് 2022 ലഭിച്ചു കൃതി ടോംബ് ഓഫ് സാൻഡ്. ടോംബ് ഓഫ് സാൻഡ് എന്ന കൃതിക്ക് ആണ് ഗീതാഞ്ജലി ശ്രീക്ക് 2022 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത്. 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ജെന്നി എർപ്പൻബെക്ക്.
കെയ്റോസ് എന്ന കൃതിക്ക്. ജെന്നി എർപ്പൻബെക്കിനാണ് 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത്. കൃതിയാണ് കെയ്റോസ്. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ജോർജി ഗോസ്പോഡിനോവ്, ടൈം ഷെൽട്ടർ എന്ന കൃതിക്ക്. ഈ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. കേരളത്തിലെ പ്രധാന സാഹിത്യ പുരസ്കാരങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടി കാണാം. താങ്ക് യു.